ഹലോ KG ടൈംസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, സ്റ്റാർ മാജിക്കിലൂടെ ഫേമസ് ആയ ഒരു ശ്രീവിദ്യ മുല്ലശ്ശേരിയുടെ ഒരു വീഡിയോ ആണ്. അവരെ പറ്റിയാണ്. അവർ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിനുശേഷം അവർ എയറിലാണ്, നിലത്തൊന്നുമല്ല. കാര്യം എന്തെന്ന് പറഞ്ഞാൽ അവരുടെ കല്യാണം ഈ ഇടയ്ക്കായിരുന്നു കഴിഞ്ഞത്. അപ്പൊ കഴിഞ്ഞതിന് ശേഷം അവരുടെ ഹണിമൂൺ പീരീഡൊക്കെ ആണ്. അപ്പം അതിന്റെ ഇടയിൽ ഒരു വീഡിയോ വരുന്നു. അതിന്റെ തമ്മിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് മാറിയിരിക്കുന്നു, ഞങ്ങൾ ഒരുമിച്ചല്ല എന്നുള്ളൊരു മിസ്ലീഡിങ് തമ്മിലാണ് വന്നിരിക്കുന്നത് വീഡിയോയിൽ. അപ്പൊ അത് പ്രകാരം എല്ലാവരും വീഡിയോ കയറി നോക്കുകയും ഭയങ്കര അറിയാമല്ലോ, കല്യാണം കഴിഞ്ഞ ഉടനെ ഇനി ഒരു ഡിവോഴ്സ് ആണോ, അപ്പം അങ്ങനെ ഒരു ഇത് വെച്ചുകൊണ്ടാണ് എല്ലാവരും വീഡിയോ കയറി കാണുകയും. പക്ഷെ വീഡിയോയിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അപ്പൊ ആ രീതിയിൽ സംഭവം ഉണ്ട്, സംഭവം ഇല്ലെന്നല്ല. ഇവര് പറയുന്നത് ശരിയാണ്. ഇവർ രണ്ടുപേരും ഇപ്പം രണ്ടിടത്താണ് നിൽക്കുന്നത്. പക്ഷെ ഇവര് തമ്മില് ഇവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ വീഡിയോയുടെ സ്റ്റാർട്ടിങ് തന്നെ പറയുന്നത് ഞാൻ മിസ്ലീഡിങ് ആയിട്ടുള്ള ഒരു തമ്മിലല്ല വെച്ചിരിക്കുന്നത്, എന്താണോ എന്റെ തമ്മിലുള്ളത് അത് തന്നെയാണ് യഥാർത്ഥ സത്യം. അപ്പം പക്ഷെ അത് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒരാളുടെ മൈൻഡിലേക്ക് പോണ അയ്യോ ഇത് എന്ത് പറ്റി, ഇവര് വിഷമിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളല്ല, രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ശരിയാണ്, ഹസ്ബൻഡ് കൂടെ ഇല്ലാത്തപ്പോ ഒരു വിഷമം വരും, കാരണം കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ. അപ്പൊ ആള് പറഞ്ഞു വന്നപ്പോ എന്താണ് പറയുന്നത് വെച്ചാൽ ഹസ്ബൻഡ് കൂടെ ഇല്ല, ആളിപ്പോ അവരിപ്പോ പുതിയതായിട്ട് 1-2 ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അപ്പം ആൾ അവിടെ തിരക്കിലാണ്, പുള്ളിക്കാരി ഇവിടെ തിരക്കിലാണ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ ആ ഒരു കൂടെ ഇല്ലെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ പെട്ടെന്ന് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, രണ്ടുപേരും സെപ്പറേറ്റഡ് ആയോ, കാരണം അത്രയും വിഷമിച്ചൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീല് വരുന്നുണ്ട്. അത് നമ്മൾ കാണുന്നവരെ ആ രീതിയിലോട്ട് അവർ മാറ്റാണ്. പറയുന്നത് നോക്കുവാണെങ്കിൽ എല്ലാം കറക്റ്റാണ്. കാര്യം അവർ ഒരുമിച്ചല്ല താമസിക്കുന്നത്, ആള് വേറൊരിടത്താണ്, പുള്ളിക്കാരി വേറൊരിടത്താണ്. അപ്പൊ അതിന്റെ വിഷമമുണ്ട്, ആ വിഷമത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ ഏറ്റവും വലിയ കോമഡി ഇതിന്റെ ഇടയിൽ ഒരു പ്രൊമോഷനും കൂടി ആൾ ഇറക്കി എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഇടയിൽ. അപ്പം ആളുകളെ, അതായത് സബ്സ്ക്രൈബേഴ്സിനായാലും വ്യൂവേഴ്സിനായാലും പറ്റിക്കുന്ന രീതിയിൽ ഒരു മിസ്ലീഡിങ് ഇൻഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ട് റീച്ച് ഉണ്ടാക്കുക എന്നൊരു മൈൻഡ്. പിന്നെ ഞാൻ സ്റ്റാർ മാജിക്കിൽ എല്ലാവർക്കും ഈ പുള്ളിക്കാരിയെ ഫേമസ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാവത്തൻ ടൈപ്പ്, എന്തുവാ ഒരു അന്തോ ഇല്ലാത്ത ഒരു ടൈപ്പ് എന്ന് പറയത്തില്ല, ആ ഒരു ടൈപ്പിൽ രീതിയിലുള്ള അഭിനയവും ആ ഒരു രീതിയിലുള്ള പേഴ്സണാലിറ്റി ആണ് എന്നുള്ള രീതിയിലാണ് ആള് ഫേമസ് ആയത്. കാര്യം അത് ഫേമസ് ആവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റാർ മാജിക്കിൽ ഇടയ്ക്ക് വെച്ച് കയറി വന്ന പുള്ളിക്കാരി. അപ്പൊ അതിന് മുമ്പുള്ള 2-3 ക്യാരക്ടേഴ്സ് ഒക്കെ അതിനകത്തുള്ള സ്റ്റാർ മാജിക്കിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവർ ഇതേ ഒരു മെത്തേഡ്, ഇതേപോലെ ഒരു രീതിയായിരുന്നു. അപ്പൊ അത് അവരൊക്കെ ഭയങ്കരമായിട്ട് ഹിറ്റായി. അപ്പൊ പുള്ളിക്കാരി വന്നിട്ട് അതേ രീതിയിലുള്ള ഒരു രീതിയായിരുന്നു പിന്തുടർന്നത്. അപ്പൊ ആ രീതിയിലാണ് ആള് ഫേമസ് ആയത്. പക്ഷെ ബാക്കിയുള്ള ഇന്റർവ്യൂസും കാര്യങ്ങളും അല്ലാതെയുള്ള ഇനാഗ്രേഷൻ പരിപാടിക്കാണെങ്കിലും ആളുടെ വേറെ വീഡിയോസ് ഒക്കെ നോക്കിയാലും നമ്മൾ നല്ല സ്മാർട്ടായിട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് തോന്നിയിട്ടുള്ളൂ. പക്ഷെ സ്റ്റാർ മാജിക്കിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ആ ഒരു രീതിയിൽ വന്നിട്ടുള്ളത്. അപ്പം ഇട്ട വീഡിയോസിൽ ഉദ്ദേശിക്കുന്നത് എയിം ചെയ്തേക്കുന്നതും അത് തന്നെയാണ്. ആ രീതിയിൽ, അതായത് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് വേറൊരു രീതിയിലേക്ക് കൺക്ലൂഷനിലോട്ട് കൊണ്ടുപോവുക. പക്ഷെ ആൾ അങ്ങനെ അല്ല, നമ്മള് ഇതില് ആളിപ്പോ ഇത് കുറെ പേരെടുത്ത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞപ്പം ആളിപ്പോ ഒരു സെക്കൻഡ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ആൾക്കാർ കണ്ടിട്ട് ആൾക്കാർക്ക് കലിപ്പായി. ഇത് മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ആള് ഫസ്റ്റ് വീഡിയോയിൽ തന്നെ ആൾക്ക് മനസ്സിലാവാനായിട്ടൊന്നുമല്ല. അതാണ് സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെറിയ ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ തംബ്നെയിലിൽ കാണിച്ചത് മിസ്ലീഡിങ് അല്ല കേട്ടോ എന്നുള്ള രീതിയിൽ ആ ക്ലിപ്പിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ആൾക്ക് തന്നെ അറിയാം ഞാൻ പറയുന്നത്. ഇപ്പം ഒന്നും അറിയില്ല, നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒന്നും കരുതാതെ സെപ്പറേറ്റഡ് ആണ് എന്നുള്ള രീതിയിലാണ് വീഡിയോ ഇട്ടെങ്കിൽ ആദ്യം തന്നെ വന്നിരുന്നിട്ട് ഞാൻ ഇത് മിസ്ലീഡിങ് കണ്ടന്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മിസ്ലീഡിങ് തംബ്നെയിലല്ല ഇട്ടത് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ തന്റെ കാര്യം ആദ്യം തന്നെ ഇല്ല. അല്ലാതെ എന്തെല്ലാം രീതിയിൽ നമുക്ക് ക്യാപ്ഷൻസ് കൊടുക്കാം. അത് തന്നെ. അപ്പം ആളുകളെല്ലാം, ഇത് വ്യൂവേഴ്സ് എല്ലാം അത് കണ്ട്, സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും അവർക്ക് നമുക്കാണെങ്കിൽ നമ്മളൊരാളെ വിശ്വസിച്ച് സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അൺസബ്സ്ക്രൈബ് ചെയ്യും, അൺഫോളോ ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും സീനാണെന്ന് കണ്ടപ്പോഴത്തേക്കും ഒരു വിശദീകരണ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. വീണ്ടും എന്തോ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വേറെ ആൾക്കാർ അതിന്റെ വീഡിയോ എടുത്ത് ചെയ്യുന്നുണ്ട്, അത് റിയാക്ഷൻകാർ വീഡിയോ എടുത്ത് ചെയ്യുന്നുണ്ട്. അത് ചെയ്ത് അവർ കുറെ കണ്ടന്റ് എടുത്ത് വ്യൂസ് ആക്കുന്നു ഞങ്ങളുടെ കണ്ടന്റ്. പിന്നെ അതേപോലെ തന്നെ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടും ഇല്ലല്ലോ, ഞാൻ ഉള്ള രീതിയിലല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ബാക്കിയുള്ളവരെ കുറ്റം പറയുന്ന രീതിയിലാണ് വന്നേക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് എല്ലാം പോയി, കുറെ കുറഞ്ഞ്. അപ്പം ദേഷ്യം വരില്ല ആൾക്കാരെ, നമുക്കാണെങ്കിലും ആർക്കാണെങ്കിലും ദേഷ്യം വരും. ഇങ്ങനെയുള്ള രീതിയൊക്കെ ഉടായ്പിൽ കാണിക്കുന്ന കാണുമ്പോൾ ദേഷ്യം വരും. പിന്നെ ഇതിലൊരു കാര്യം പറയാനുള്ള എന്താന്ന് വെച്ചാല്, ഇതൊരു സോഷ്യൽ മീഡിയ ആണ്.
അപ്പം ഇങ്ങനെ ഒരു രണ്ടോ മൂന്നോ മാസം, എനിക്ക് അറിഞ്ഞൂടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര ആയെന്ന്, എന്നാലും വളരെ കുറച്ചു കാലേ ആയിട്ടുള്ളൂ. ഈ ഒരു ടൈമിൽ തന്നെ ഹസ്ബൻഡ് കൂടെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീഡിയോസ് ഒക്കെ വരുമ്പം നമ്മൾക്ക് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി കാണും. കാരണം ഇവരുടെ കല്യാണം എന്ന് പറഞ്ഞത് ഒരു 4 പേർക്കുള്ളിൽ ഒതുങ്ങിയ ഒരു കല്യാണം അല്ല. കല്യാണ സമയത്തും ചെറിയ രീതിയിൽ ഒരു വിവാദവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അന്നും ഇതേപോലെ ഒരു പ്രശ്നം വിവാദമൊക്കെ ആയ ഒരു രീതിയിലായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഇവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമ്പോൾ അതും ഒരു വിവാദമാവും എന്നുള്ളത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇത് സോഷ്യൽ മീഡിയ ആണ്, ആദ്യത്തെ വെട്ടമായിട്ടല്ല അവർക്ക് നടക്കുന്നത്. ഇപ്പൊ ആരായാലും, ഇപ്പൊ അവരല്ല, ഇനിയിപ്പോ ആരായാലും എന്തെങ്കിലും ഇങ്ങനത്തുള്ള കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ കിട്ടിക്കാനെ എല്ലാ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരും എടുത്ത് അതൊക്കെ ചെയ്യും. അപ്പൊ അത് ചെയ്തത് ശരിയല്ല എന്ന് പറയാനായിട്ട് ആർക്കും പറ്റില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ വന്നൊരു കണ്ടന്റ് ആണ്, മറ്റുള്ളവർക്കും അതൊരു കണ്ടന്റ് ആണ്, നിങ്ങൾക്കും ചിലവര് ഫ്രണ്ട്സിനോട് പറയും, ചിലവര് അല്ലാതെ പറയും, ചിലവര് സോഷ്യൽ മീഡിയയിലൂടെ പറയും. അങ്ങനെയാണ്, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ അതേപോലെ തന്നെ ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് അത് ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങളിൽ എത്തിക്കണമെന്ന് വെച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തു. എന്നിട്ട് ഞാൻ അങ്ങനെ അല്ല എന്ന് ചെയ്തെന്ന് പറഞ്ഞാലും ബാക്കിയുള്ളവർ കാണുന്നവർ അരിയാഹാരമാണ് കഴിക്കുന്നത്, അവർക്ക് തോന്നാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. 100-ൽ 80% പേർക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കാര്യം ഉണ്ടെന്ന് തന്നെയാണ്. അതെ, അവരുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് അവരുടെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെട്ട് അവരെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അതിപ്പം ഏതെങ്കിലും ഒരാൾ വന്നിട്ട് അവരിതേ ഇങ്ങനെ അല്ല കേട്ടോ, നിങ്ങൾ അവരുടെ വീഡിയോ കാണരുതെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു റിയാക്ഷൻ ആൾക്കാരോ, അല്ലാതെ ഇനിയിപ്പോ ആരും എന്ന് പറഞ്ഞാലും അവരെ ഇഷ്ടമുള്ള സബ്സ്ക്രൈബേഴ്സ് അവരെ വിട്ട് പോകില്ല. അപ്പൊ അവരുടെ അടുത്തുനിന്ന് ആ സബ്സ്ക്രൈബേഴ്സ് പോകണമെന്നുണ്ടെങ്കിൽ അവർ ചെയ്ത കണ്ടന്റ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അത് ജെന്യൂൻ ആയിട്ട് ഫീൽ ചെയ്യാത്ത കൊണ്ടൊക്കെയാവാം. അതെ, അപ്പൊ അതിന് ബാക്കിയുള്ളവരെ നിറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ടോ എടുത്തിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ഇത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ വരുന്ന കണ്ടന്റ് അതിപ്പോ നമ്മുടെ ഫാമിലി ലൈഫ് ആണെങ്കിലും ശരി, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളാണെങ്കിലും നമ്മൾ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ അതെടുത്ത് ബാക്കിയുള്ളവർക്ക് റിയാക്ട് ചെയ്യാനുള്ള ഒരു അവകാശം ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ പറയാതിരിക്കുക, കാണിക്കാതിരിക്കുക. അപ്പൊ പിന്നെ ആരും പറയത്തില്ല, അപ്പൊ പിന്നെ പരാതിയും പറയേണ്ട കാര്യം അല്ല. അപ്പൊ പിന്നെ അവര് ഇപ്പം ഒന്നും ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ലോ പറഞ്ഞത്, ഞങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയിട്ടാണ് എന്റെ ഹസ്ബൻഡ് ഞാനും ഇരിക്കുന്നതെന്ന് അവര് വന്ന് പറയുന്നത്. അതിപ്പോ നമ്മൾ പറയുമ്പോൾ ആളുകളെ വേറെ രീതിയിലും ഊഹിക്കുന്ന ഉദ്ദേശീകരിക്കാനുള്ള ബുദ്ധിയൊന്നും ഇല്ലാത്തവരൊന്നുമല്ല ആരും. അതുകൊണ്ടാണല്ലോ ആദ്യം തന്നെ വന്നിട്ട് പറഞ്ഞത്. അല്ല, പ്രത്യേകിച്ച് ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവര് ആ ഫീൽഡിൽ നിലനിൽക്കണമെങ്കിൽ സാമാന്യ ഒരു ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉള്ളവർ തന്നെയാണ് എല്ലാവരും. ആ ഫീൽഡിൽ നിൽക്കണമെങ്കിൽ തന്നെ, പിടിച്ചു നിൽക്കണമെങ്കിൽ തന്നെ. ആ ഫീൽഡ് അത് മാത്രമല്ല, ഇപ്പൊ അവര് ഓൺ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവരാണ്. അപ്പൊ ബുദ്ധി ഇല്ലാത്തവരൊന്നും അല്ല, എങ്ങനെ രീതി വരുമെന്നൊക്കെ ഊഹിക്കാതിരിക്കാൻ ബുദ്ധി ഇല്ലാത്തവരും അല്ല. അപ്പൊ പിന്നെ അങ്ങനെ ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനെയല്ല ചെയ്ത്, നിങ്ങൾ അങ്ങനെ കരുതിയത് ഞങ്ങളൊന്നും തെറ്റ്. അല്ല, ബാക്കി ആരെയും വന്നിരുന്ന കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഒരു കാര്യം ചെയ്ത് അതിലൊരു എന്തെങ്കിലും ഒന്ന് അറിഞ്ഞോണ്ടായാലും അറിയാതെയാണ് ചെയ്തെങ്കിലും മറ്റുള്ളവരെടുത്ത് അത് റിയാക്ട് ചെയ്യുമ്പോൾ അവരൊരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ ചിലരൊക്കെ കുറച്ച് ഓവറായിട്ട് ചെയ്യുന്നവരും ഉണ്ട്. അത് അവരുടെ കാര്യമില്ല, ഓരോരുത്തരുടെ രീതികളാണ്. ചിലർ ഇച്ചിരി ഹാഫ് ആയിട്ട് പറയും, ചിലരൊരു പൊതുവായിട്ട് പറയും. അത് ഓരോരുത്തരുടെ രീതികളിലാണ്. അത് താല്പര്യമുള്ളവർക്ക് അത് കാണാം. അല്ല, കമന്റ്സിൽ കുറച്ച് ഓവറായിട്ടുള്ള കമന്റ്സ് ഞാനും കണ്ടു. കാരണം ഈ തംബ്നെയിലിൽ പറഞ്ഞത് വേഗം തന്നെ നടക്കട്ടെ, അതൊക്കെ ഇച്ചിരി ഭയങ്കര ഓവറാണ്. അതിലൊന്നും ഞാൻ യോജിക്കുന്നൊന്നുമില്ല ഞങ്ങൾ, അല്ലേ? കാരണം അതൊരു ഫാമിലി ലൈഫാണ്. അവരിപ്പം നിങ്ങൾക്ക് വിമർശിക്കാം, മാന്യമായ രീതിയിൽ അവരുടെ പേഴ്സണൽ ലൈഫിൽ കയറിയിട്ട് അങ്ങനെ തന്നെ നടക്കട്ടെ എന്നൊക്കെ പറയുന്നത് അങ്ങനൊന്നും ഒരിക്കലും ചെയ്യരുത്. കാരണം ഒരു ഫാമിലി ലൈഫാണ്, അവരുടെ കുടുംബമാണ്. ഞങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് വിമർശിക്കാം, മാന്യമായ രീതിയിൽ നിങ്ങൾക്ക് വിമർശിക്കാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഞങ്ങൾ പറയുന്ന പോലെ നിങ്ങൾക്കും പറയാം, കമന്റ്സിലൂടെ പറയാം. അതോട് എല്ലാവരും കമന്റ്സിലൂടെ പറയുക. അതുപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് പിന്നെയും വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ബൈ.